അപ്പോൾ ഗൈസ് ഏട്ടനിതാ വിറക് ശേഖരിക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ കറി ആക്കേണ്ട വിറകെല്ലാം ശേഖരിക്കുന്നുണ്ട്. നാടൻ രീതിയിൽ വെക്കുമ്പോൾ നമ്മൾ വിറകെടുപ്പിൽ നല്ല നാടൻ രീതിയിൽ വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ഉണങ്ങിയ വിറകെടുക്കുന്നത്. അപ്പം വിറക് ശേഖരണം. ചേരി വേണ്ടേ? ചേരി വേണം. ചേരി എടുക്കാം. ഉണ്ടാവും. അപ്പോൾ ഇവിടെ നല്ല മഴ പിടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് അടുപ്പിലാക്കാന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ ഒരു കുറച്ച് കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് പിന്നെ അടുപ്പിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കും. 2 വിസിൽ കുക്കറിലിട്ട് അതിനുശേഷം അടുപ്പിലേക്ക് വെക്കാം. നമ്മൾ കംപ്ലീറ്റ് അടുപ്പിൽ വെക്കാൻ എന്താ പരിപാടി ഉണ്ട്. പക്ഷെ മഴ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അപ്പോൾ 2 വിസിൽ കുക്കറിലിട്ട് വേവിച്ച ശേഷം അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വിറക് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഏട്ടൻ ഇത് അടുപ്പ് ശരിയാക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പുറത്തേത് അടുപ്പ്. ഇവിടെ മഴയുടെ ആണെങ്കിൽ പുറത്തെ അടുപ്പ് കത്തിക്കൽ കുറച്ച് കുറവാണ്. എല്ലാ അടുപ്പിനെ ഉപയോഗിക്കല്. അപ്പോൾ ഇന്ന് കുറച്ച് മഴ മാറിയുന്നുണ്ട്. പിടിച്ചിട്ടുണ്ട്. പെയ്യോന്നറിയില്ല. നമുക്ക് കത്തിക്കാം. പെയ്ത് കഴിഞ്ഞാൽ എല്ലാം കോളാവും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. ചിക്കൻ എടുത്തിട്ട് ഓടാൻ പെയ്ത് അപ്പോൾ നമ്മൾ വിറക് ഇത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചേരുവാണ്. ചേരും കുറച്ച് ഓലയും കൂടെ. ഇതാ വിറകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് നല്ല പരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിൽ ഒരു 2 വിസിൽ നമ്മൾ കുക്കറിൽ അടിച്ചതിന് ശേഷം നമ്മൾ ഇത് വിറകടുപ്പിലേക്ക് മാറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ അവിടെ കുക്കറിൽ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഉള്ളി തക്കാളി ഇഞ്ചിയൊക്കെ നമുക്ക് അരിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഉള്ളി തക്കാളി ഇഞ്ചിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അരിയാൻ വേണ്ടി പോയത്. 4 ഉള്ളി, 3 പച്ചമുളക്, 1 ഇഞ്ചി കഷ്ണം, പിന്നെ കറിവേപ്പില. കറിവേപ്പില നമ്മൾ ഇവിടെ തന്നെ ഇല്ല കറിവേപ്പില കേട്ടോ. നല്ല നാടൻ കറിവേപ്പിലാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ലയാണ്. അപ്പോൾ നമ്മൾ ഇതേ അടുപ്പ് തീ കത്തിച്ചിട്ടുണ്ട്. അടുപ്പിൽ അപ്പോൾ നമ്മൾ അടുപ്പ് ഇതേ നന്നായിട്ട് തീ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ഉരുളിയിലാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. നമ്മൾ ഉള്ളി ഇടാൻ വേണ്ടി പോയെന്ന്. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ട്
ഇളക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ ഇവിടെ 2 വിസിലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പിലേക്കല്ല, പാത്രത്തിലേക്ക്. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. അപ്പോൾ നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ ഇത് കുരുമുളക് പൊടിച്ചത് നമ്മൾ ഇടുന്നുണ്ട്. കുരുമുളക് പൊടി നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ച ശേഷം നമുക്ക് ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കിയെടുത്തത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ മസാലയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മസാല ചിക്കനിൽ പിടിക്കുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് നമ്മൾ അതിനിടയ്ക്ക് ഇട്ടിട്ടുണ്ട്, കാണിക്കാൻ വിട്ടുപോയി. നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചിക്കൻ എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ ഇവിടെ കിടന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇളക്കി ഇളക്കി നിമിഷേട്ടന് ഒരു പരുവായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശേൻ്റെ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം ഒരു പിടുത്തങ്ങ് പിടിക്കാം. ഓക്കെ. ഉപ്പ് പിടിച്ചാ? ടേസ്റ്റ് നോക്കുന്നുണ്ട്. എരി വല്ലതും കണക്കാ? സൂപ്പർ. അപ്പോൾ നമ്മൾ നാടൻ കോഴി വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ?